കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി KN മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരികെ എത്തിയ പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടി നോർക്ക കെയർ പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കണമെന്ന് പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി KN മോഹൻകുമാർ പറഞ്ഞു. കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 31 നമ്മുടെ ജില്ലാ സമ്മേളനമാണ്. ആ ജില്ലാ സമ്മേളനത്തിൽ ഏതാണ്ട് 30 പേരോളം ഇവിടുന്ന് പങ്കെടുക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന സമര പോരാട്ടം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്നലെ നമ്മുടെ സംഘടനയുടെ സ്ഥാപക ദിനമായിരുന്നു. അന്ന് മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം നടന്നു. മാവേലിക്കര സമ്മേളനത്തിൽ വെച്ച് ആലപ്പുഴ ജില്ലയുടെ മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 23 വർഷമായി നമ്മൾ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 23 വർഷം മുമ്പ് പ്രവാസി എന്ന വാക്ക് പോലും ഈ സമൂഹത്തിന് പരിചിതമല്ലായിരുന്നു. അന്ന് പേർഷ്യക്കാരനായിരുന്നു. ആ പേർഷ്യക്കാരൻ്റെ വാക്കിൽ നിന്നും പ്രവാസി എന്ന് പറയുന്ന വാക്കിലോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് നമ്മൾ അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് അൻസിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സുരേഷ് കുമാർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് PT മഹേന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും സാബു വാസുദേവൻ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പം നമ്മൾ ധാരാളം സംഘടനകൾ ഇപ്പം അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർഷിക മേഖലയുള്ള ഒരു സംസ്ഥാനമല്ല. ധാരാളം പ്രവാസികൾ ഉൾക്കൊള്ളുന്ന, പ്രവാസി സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സംസ്ഥാനമാണ് കേരളം. ഏകദേശം 30 ലക്ഷത്തോളം പ്രവാസികൾ മറ്റ് വിവിധ ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് സംസ്ഥാനത്തിന്റെ ഇതര മേഖലകളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ 30 ലക്ഷത്തോളം പ്രവാസികളുടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനെല്ലാം ബൃഹത്തായിട്ടൊരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. കേരള പ്രവാസി സംഘം ജന്മം എടുക്കുന്നത് തന്നെ ആ നിലയിലാണ്. പ്രവാസി സംഘം നേതാക്കളായ ഹാഷിം അരീപ്പുറത്ത്, സലീം ആറാട്ടുപുഴ, ഹരികുമാർ കൊട്ടാരം, ജേക്കബ് കുട്ടി, ഷിബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. മുതിർന്ന പ്രവാസികളെയും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മുഹമ്മദ് അൻസിലിനെ പ്രസിഡന്റായും സാബു വാസുദേവനെ സെക്രട്ടറിയായും സുധീർ ഫർസാനിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.